നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 4 മാസമായി കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന വിഷയമാണ് കാലികളിലെ കുളമ്പ് രോഗം. കുളമ്പ് രോഗത്തെ അമർച്ച ചെയ്യാനായി യുദ്ധസന്നാഹമായ എല്ലാ സജ്ജീകരണങ്ങളുമായി മൃഗസംരക്ഷണ വകുപ്പ് മുന്നേറുമ്പോഴും വകുപ്പിൻ്റെ നിയന്ത്രണത്തിനതീതമായി രോഗം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ചെക്ക് പോസ്റ്റ് ഉപരോധവും ഇറച്ചി നിരോധനവും അറവുശാല സജ്ജീകരണങ്ങളും അതോടൊപ്പം സാംക്രമിക രോഗനിയന്ത്രണവും കുത്തിവയ്പ്പ് ക്യാമ്പുകളും എല്ലാം പുരോഗമിക്കെ നിരവധി ആശങ്കകൾ ബാക്കി നിൽക്കുന്നു. എന്താണ് കുളമ്പ് രോഗത്തെ സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ എന്നന്വേഷിക്കുകയാണ് ഇന്ന് കൃഷിദർശൻ. നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ അതിഥിയായി ചേരുന്നത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മേധാവി ഡോക്ടർ NN ശശിയാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ NN ശശിയെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. സർ, ഈ മൃഗസംരക്ഷണ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെയുള്ള അതിൻ്റെ ഒരു ചരിത്രത്തിൽ ഇന്നേ വരെ സ്വീകരിക്കാത്ത യുദ്ധസമാനമായ സജ്ജീകരണങ്ങളാണ് ഈ കുളമ്പ് രോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സ്വീകരിച്ചത്. അങ്ങയുടെ വ്യക്തിപരമായ മൃഗസംരക്ഷണ വകുപ്പ് മേധാവി എന്ന നിലയിൽ അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ കാര്യത്തിൽ വിജയിച്ചു എന്നൊരു സ്വയം വിലയിരുത്തലിന് തയ്യാറാണ്? 100% വിജയിച്ചു എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. കാരണം വ്യാപകമായിട്ട് കേരളം മുഴുവനും ഈ കുളമ്പ് രോഗം ബാധിച്ച സമയത്താണ് ഇത് ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയിൽ ഞങ്ങളെടുത്ത പല തീരുമാനങ്ങളും അത് കാര്യക്ഷമമായിട്ട് നടത്താനും കുളമ്പ് രോഗത്തെ ഒരു 90% വരെ നിയന്ത്രിക്കാനും കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. മാധ്യമങ്ങളിൽ നിന്ന് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളനുസരിച്ച് ഏതാണ്ട് 3000-ഓളം പശുക്കൾക്ക് കുളമ്പ് രോഗബാധയേറ്റു, ഏതാണ്ട് അതിൻ്റെ പകുതിയോളം വരുന്ന കിടാങ്ങൾക്ക് കുളമ്പ് രോഗബാധയേറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മരണം സംഭവിച്ചത് യഥാർത്ഥത്തിൽ കുളമ്പ് രോഗം കൊണ്ടാണ്? ഈ സാധാരണഗതിയിൽ കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ ഇത്തരം മരണങ്ങൾക്ക് ഉണ്ടാവാറില്ല. കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഈ ഒരു അടുത്ത കാലത്തുണ്ടായ കുളമ്പ് രോഗം കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ധാരാളം അനിമൽസ് മരിക്കുകയുണ്ടായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുളമ്പ് രോഗം പുതിയ ഒരു അനുഭവമാണ്. ഇത്രയും രോഗം വന്നിട്ട് മൃഗങ്ങൾ ചത്തതായിട്ട് കാണത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഈ കുളമ്പ് രോഗത്തിൻ്റെ മരണനിരക്ക് കൂടുതലാണ്. കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കൾ കൂടുതൽ ചത്ത ഈ സന്ദർഭമാണ്. ഇത് കുളമ്പ് രോഗം കൊണ്ട് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് വന്ന പല രോഗങ്ങളും ഇതിനെ കൂടുതൽ മരണനിരക്കിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുളമ്പ് രോഗം വന്ന മൃഗങ്ങൾ കൂടുതൽ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചികിത്സാ രീതികൾ നമ്മൾ മൃഗ ഡോക്ടർമാർക്ക്, കേരളത്തിലെ എല്ലാ വെറ്റിനറി ഡോക്ടർമാർക്കും ആ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 8 വർഷക്കാലമായി മൃഗസംരക്ഷണ വകുപ്പ് ഈ കുളമ്പ് രോഗത്തിനെതിരെ നിരന്തരം ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 6 മാസം കൂടുമ്പോഴും കൃത്യമായ വാക്സിനേഷൻ ക്യാമ്പയിനുകൾ, അതോടൊപ്പം തന്നെ കർഷകർക്ക് വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള ബോധവൽക്കരണ പരിപാടികൾ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വീണ്ടും കുത്തിവെച്ച മൃഗങ്ങൾക്ക് പോലും ഈ രോഗം ഉണ്ടായത് കർഷകർക്ക് വളരെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ കുത്തിവെപ്പിൻ്റെ ഉൽപ്പാദനോപാധികൾ, പ്രത്യേകിച്ച് അതിൻ്റെ വാക്സിൻ, പ്രതിരോധ കുത്തിവെപ്പ് മരുന്നുകളുടെയൊക്കെ ഒരു പാർശ്വഫലമാണോ, അതല്ലെങ്കിൽ ആ മരുന്നുകൾ വേണ്ടത്ര പ്രായോഗികക്ഷമത ഇല്ലാത്തതാണോ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു 8-9 വർഷമായിട്ട് നമ്മൾ ഈ കുളമ്പ് രോഗം വളരെ ശാസ്ത്രീയമായിട്ട് അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 5-8 വർഷത്തെ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെ നിയന്ത്രണ വിധേയമായിരുന്നു ഈ അസുഖം. പക്ഷേ എന്തൊക്കെയോ പല കാരണങ്ങൾ കൊണ്ട്, അത് കാരണത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു 5-6 മാസമായിട്ട് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പുറപ്പെടുകയാണുണ്ടായത്. ഇത് വാക്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പല വേദികളിലും പല ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും, ഇത് ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപനമായ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നുമാണ് നമ്മൾ ഈ വാക്സിൻ വാങ്ങിക്കുന്നത്. ഇത് ലോകാരോഗ്യ സംഘടനയുടെ WHO GMP സർട്ടിഫിക്കറ്റുള്ള ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ദേശീയ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഇതുവരെ ഒരു സംശയം ശാസ്ത്രീയമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഈ കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ, ഈ വാക്സിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഫാമിൽ കുത്തിവെച്ച്
ഈ കുത്തിവെപ്പിനോട് അനുബന്ധിച്ച് കൃത്യമായ പ്രതിരോധ ശക്തി ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഫീൽഡിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഈ വാക്സിൻ ശാസ്ത്രീയമായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടും ഏത് തരത്തിലുള്ള പരിശോധനയിലും ഇത് നല്ല വാക്സിൻ തന്നെയാണ്. അത് അക്കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. ഇപ്പോൾ പൊതുജനങ്ങളുടെ മൊത്തത്തിലുള്ളൊരു ആശങ്ക, ഈ കുളമ്പ് രോഗബാധയേറ്റ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ധാരാളം രോഗലക്ഷണങ്ങളും കാണാറുണ്ട്. ഉദാഹരണമായിട്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലേക്കാവും പശു. തീർച്ചയായിട്ടും അത് മനുഷ്യരിലേക്ക് പകരുന്നതാണോ? അതോടൊപ്പം ഈ ക്രിസ്മസ് കാലത്ത്, പ്രത്യേകിച്ച് ഈ ഉത്സവകാലത്തൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ധാരാളം മാടുകൾ ഇറച്ചി മാർക്കറ്റിലേക്ക് വരുന്നു. ഇത്തരം ഇറച്ചി ഉപയോഗയോഗ്യമാണോ? ഇത്തരത്തിലുള്ള ധാരാളം സംശയങ്ങൾ. അങ്ങയുടെ ഒരു മറുപടി പ്രതീക്ഷിക്കും. ഈ കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു പ്രശ്നമില്ല. ഈ പല ലേഖനങ്ങളിലും വന്നിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഈ ലേഖനത്തിൽ വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം കേരളത്തിലോ ഇന്ത്യയിലോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല, അതൊരു പ്രധാന ഒരു സീരിയസ് ആയ ഇഷ്യൂ അല്ല. പിന്നെ ഈ കുളമ്പ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഈ കുളമ്പ് രോഗത്തിൻ്റെ വൈറസ് ആ ചുറ്റുപാടുകൾ മൊത്തം ഉണ്ടാവും. അത് നമ്മുടെ ഷർട്ടിൽ, പാൻറ്റിൽ, ഷൂവിൽ ഒക്കെ വഴി ഇത് പകരാം. അപ്പോൾ ഒരു അസുഖമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പശുവുള്ള വേറെ സ്ഥലത്തേക്ക് ഒരിക്കലും പോയിക്കൂടാ. അങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് അസുഖം അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ആണ് ഈ അസുഖം കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, അസുഖം വന്ന വീട്ടിൽ പോവുകയോ അങ്ങനെ പോയി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഡ്രസ്സ് മാറി കുളിച്ച് വൃത്തിയായതിനു ശേഷമേ വേറെ പശുവുള്ള ഒരു വീട്ടിലേക്ക് പോവുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇത് വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. പക്ഷേ ഈ രോഗം ബാധിച്ച പശുവിൻ്റെ ഇറച്ചി അറിയാതെ എങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അസുഖമോ അല്ലെങ്കിൽ പകരലോ ഒന്നും അതുകൊണ്ട് ഉണ്ടാകത്തില്ല. സാധാരണ നോർമൽ കേസിൽ ഒരു മൃഗത്തെയും അസുഖമുള്ള ഒരു മൃഗത്തെയും കൊല്ലാൻ പാടില്ല. പക്ഷേ ഏതെങ്കിലും അബദ്ധത്താൽ എങ്ങനെയെങ്കിലും കഴിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ സാധാരണ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണല്ലോ കഴിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മറ്റൊന്നുള്ളത്, ഈ കുളമ്പ് രോഗബാധ സംസ്ഥാനത്ത് വ്യാപകമായ സമയത്ത് മൃഗസംരക്ഷണ വകുപ്പ് അഭിപ്രായപ്പെട്ടിരുന്നത് ഞങ്ങളുടെ ഒരു പരിരക്ഷയ്ക്ക്, ഞങ്ങൾ വിഭാവന ചെയ്ത ഒരു പരിരക്ഷയ്ക്ക് അപ്പുറത്തേക്കായി സംസ്ഥാനത്തെ 18 അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെയും അനിയന്ത്രിതമായി കാലികടത്ത് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗം അമർച്ച ചെയ്യാൻ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളായിരുന്നു ആദ്യകാലത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുളമ്പ് രോഗത്തിനെതിരെ വലിയൊരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു ദശാബ്ദോളം പിന്നിട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ചെക്ക് പോസ്റ്റുകളൊക്കെ സ്ഥിരമായി നിയന്ത്രിക്കേണ്ടതല്ലേ? ഈ ചെക്ക് പോസ്റ്റ് ഒരു പ്രധാന ഏരിയയാണ്. ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിൽ വളരെ വ്യാപകമായിട്ട് കുളമ്പ് രോഗം ബാധിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും വളരെയധികം ഇൻഫെക്ഷനായിട്ടുള്ള ഈ രോഗാണു വഹിച്ചുകൊണ്ടുള്ള പശു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ പ്രദേശത്ത് നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന സാഹചര്യത്തെ അതിജീവിച്ച് ഈ വൈറസ് ആ പ്രദേശത്ത് രോഗം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ കുളമ്പ് രോഗം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണമെങ്കിൽ ഇത് ഏകദേശം 1-2 ആഴ്ചയും കൂടി ചെക്ക് പോസ്റ്റ് പൂർണ്ണമായിട്ടും അടച്ചിട്ടേ പറ്റൂ. ഇപ്പോൾ കുളമ്പ് രോഗം നമ്മൾ പത്രത്തിൽ വരുന്നൊരു പ്രധാന, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലോ ഒന്നും കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. അതുമാത്രമല്ല, നമ്മുടെ എല്ലാ സംവിധാനങ്ങളും, നമ്മൾക്ക് എല്ലാ പഞ്ചായത്തുകളിലും മൃഗ ആശുപത്രികളുണ്ട്, മൃഗ ഡോക്ടർമാരുണ്ട്, അവിടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുണ്ട്. എന്ന് പറഞ്ഞാൽ 2-3 വാർഡിന് നമുക്ക് അത്രയും ആളുകളുണ്ട്. അത്രയും സജ്ജമായ ഒരു സംവിധാനമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മൃഗസംരക്ഷണം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് 5 മണിയാകുമ്പോഴത്തേക്കും കേരളത്തിൽ എത്ര അനിമൽസിന് ഇൻഫെക്ഷൻ വന്നു, എത്ര അനിമൽ ചത്തു എന്ന കൃത്യമായ കണക്കുകൾ എൻ്റെ മൊബൈലിലേക്ക് വരും. അതുപോലെ ഇത്രയും ആധുനികമായ സംവിധാനം ഉള്ള സമയത്ത് ഒരു അനിമലും ചാവുകയോ അല്ലെങ്കിൽ അസുഖം ബാധിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ടുപോകുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത്രയും കാര്യക്ഷമമായിട്ടാണ് നമ്മൾ ഈ സംവിധാനം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ, ആരാണ്? ഹലോ ഹലോ കേൾക്കാമോ? ആ, പേരെന്താണ്? പറഞ്ഞോളൂ. സതീഷ്, ശാസ്തമംഗലം. ചാത്തന്നൂരിന്നാ? ശാസ്തമംഗലം. ചോദിച്ചോളൂ സതീഷ്, സംശയം ചോദിച്ചോളൂ. സാർ, ഈ കുളമ്പ് രോഗം വന്ന് സതീഷ് പറയൂ. മരിച്ചു പോകുന്നില്ലേ, അതിന്റെ ഇറച്ചി ഇപ്പൊ നമ്മുടെ എല്ലായിടത്തും വരണുണ്ട്.
അപ്പൊ അത് മനുഷ്യന് കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ക്ലിയർ ആവുന്നില്ല. മരിച്ചു പോകുന്ന മാടുകളുടെ മാംസം കഴിക്കുന്നതിൽ തെറ്റുണ്ടോ? കുഴപ്പമുണ്ടോ? ഒരു കാരണവശാലും ഇത് കഴിക്കരുത്, ഒരു കാരണവശാലും കഴിക്കരുത്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അബദ്ധത്താൽ നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും ഇത് കഴിക്കരുത്. ഇത് ഒരു കാരണവശാലും അസുഖമുള്ള അനിമൽസിനെ, പശുവിനെ കൊല്ലാൻ സമ്മതിക്കരുത്. അത് നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ നാട്ടിൻ്റെ എവിടെയെങ്കിലും ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ജില്ലാ ഓഫീസറെയോ എന്നെയോ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. വളരെ വളരെ നന്ദി സതീഷ്, വീണ്ടും വിളിക്കാം. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതനുസരിച്ച് പൂർണ്ണമായും ഏതാണ്ട് ഒരു 90% കുളമ്പ് രോഗം അമർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട്. സംശയമില്ല. അപ്പോൾ കഴിഞ്ഞതൊരു പാഠമാക്കാമെങ്കിൽ എത്രത്തോളം സാമ്പത്തിക നഷ്ടം ഈ കാര്യത്തിലുണ്ടായിട്ടുണ്ട്? ഇപ്പം നമ്മളൊരു റഫ് ആയിട്ട് ഈ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചപ്പോൾ ഏകദേശം ഒരു 90-100 കോടി രൂപയുടെ നഷ്ടം നമ്മുടെ സംസ്ഥാനത്തിന് ഈ കുളമ്പ് രോഗം കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചത്ത പശുവിൻ്റെ കണക്ക് എടുത്ത് നോക്കിയാലും മാട്, എരുമ, ഇതൊക്കെ കണക്ക് നോക്കുമ്പോഴും അതിൻ്റെ പാലുൽപാദനത്തിൻ്റെ കണക്ക് നോക്കുമ്പോഴും ഏകദേശം ഇത്തരങ്ങൾ. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത്രയും ആളുകളുടെ വിഷമം, അത്രയും ആളുകളുടെ കഷ്ടപ്പാട്, അവർക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ടുന്നത് ഒരുപക്ഷെ കേരളത്തിൽ പാൽ വാങ്ങി ഉപയോഗിക്കുന്ന സാധാരണക്കാരാണ്. കേരളത്തിൽ ഈ മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ ഒരു കടുത്ത പാൽക്ഷാമം നേരിടാതെ അത് ഇത്തവണ ഉണ്ടാവും. മിക്കവാറും തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇത്രയും ആനിമൽസ് ചത്ത സ്ഥിതിക്കും പിന്നെ ഈ കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പാലുൽപാദനം കുറയും, വളരെ കുറയും. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കാര്യക്ഷമമായിട്ട് കുളമ്പ് രോഗം വരാതിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ഈ പദ്ധതി തയ്യാറാക്കിയത്. അപ്പോൾ ഈ പദ്ധതികൾ കർഷകർ ദയവ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത ഫെബ്രുവരിയിൽ വീണ്ടും വാക്സിനേഷൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു അനിമൽ പോലും, ഒരു മൃഗം പോലും കുത്തിവെപ്പിന് വിധേയമാകാതെ ഇരിക്കരുത്. അത് മൃഗാശുപത്രി വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ മൃഗാശുപത്രി വഴി ചെയ്യുന്ന പരിപാടികൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടും നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിലോ അയൽക്കത്തെ ഏതെങ്കിലും വീട്ടിലോ ഒരു മൃഗത്തെ പോലും വാക്സിനേഷൻ എടുക്കാതെ ഒരു അവസരം ഉണ്ടാക്കരുത്. അതിന് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സഹായിക്കണം എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്. നമുക്കതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ, സ്വാഗതം. കൃഷി ദർശൻ, ആരാണ്? ഹലോ, ജയപ്രകാശ്, പാലക്കാട് നിന്നാണ്. കല്ലടിക്കോട്. പാലക്കാട് കല്ലടിക്കോട്. ചോദിച്ചോളൂ, സാറുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് ഈ കന്നുകാലികളെ അറക്കണല് പകുതി കന്നുകാലികൾ അസുഖമുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് തന്നെ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനി അറിയാൻ എന്ത് ചെയ്യണം അതാണ് ചോദിക്കുന്നത്. കൂടുതലായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഭക്ഷണം, ഇത് സാർ കുറച്ചു മുമ്പ് പറഞ്ഞു കഴിക്കാൻ പാടില്ല. അപ്പൊ ഇത് അറിഞ്ഞ് 90% ഞങ്ങൾ അറിഞ്ഞു. 1-2 മൃഗശാലകളിൽ മറ്റേ അറവുശാലകളിൽ കംപ്ലൈന്റ് ചെയ്തിട്ടും അതിന് വേണ്ടപ്പെട്ടവരാരും നടപടി എടുത്തിട്ടില്ല എന്ന് വരെ. ഈ കേരളത്തിൽ ധാരാളം അറവുശാലകൾ ഇങ്ങനെയുണ്ട്. ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാത്തതായ ധാരാളം അറവുശാലകൾ ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാ അറവുശാലകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ വെറ്ററിനറി സർജനെ കാണിച്ചിട്ട് അത് രോഗമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് കശാപ്പ് ചെയ്യാനായിട്ട്. അത്തരത്തിലൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ രോഗമുള്ള പശു, ആടോ അല്ലെങ്കിൽ ഏത് മൃഗം തന്നെയാണെങ്കിലും രോഗം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കശാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിയമപരമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ നല്ല ആരോഗ്യമുള്ള മൃഗങ്ങളെയാണ് കശാപ്പ് ചെയ്ത് ഇറച്ചിയായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഒരു കേസിൽ നമ്മളത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് അവിടുത്തെ പഞ്ചായത്തിലെ വെറ്ററിനറി സർജന്റെ സർവീസ് അക്കാര്യത്തിൽ വിട്ടുതരാൻ മൃഗസംരക്ഷണ വകുപ്പിന് സന്തോഷമുള്ളൂ. നിലവിൽ കരുവാ പഞ്ചായത്തിൽ ഇതേക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ പഞ്ചായത്ത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊന്നും ഇതില്ല എന്നുള്ള പറയാം. അത് വാർത്തിട്ട് പാലക്കാടിനെ കൊടുത്തിട്ട് അറുത്തിട്ട് കല്ലടിക്കോട് ഭാഗത്തേക്ക് ഒരു കുറവ് കൊണ്ടുവരാണ് സാധാരണ പതിവുണ്ടായിരുന്നത്. അത് കൊടുത്തിട്ട് ഇപ്പൊ നിലവിൽ അയാൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതിനെ കുറിച്ച് 1-2 പ്രാവശ്യം പറഞ്ഞ് അതായത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. ഇതിന് പല പ്രാവശ്യം മുമ്പായിട്ടും ഈ ഓരോ രോഗങ്ങൾ അങ്ങനെയുള്ളതായിട്ട് വന്നിട്ട് വരുമ്പോ പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും ആൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ പഞ്ചായത്ത് അതിനെക്കുറിച്ചൊന്നും നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഓക്കെ, ഇക്കാര്യത്തിൽ ഞാൻ പാലക്കാട് ജില്ലാ ഓഫീസർക്ക് ഒരു നിർദ്ദേശം നൽകാം. നിങ്ങൾ കൃത്യമായ ഇതിൻ്റെ എവിടെയാണ് സംഭവിക്കുന്നത് കൃത്യമായ ഒരു അഡ്രസ്സ് ഈ പാലക്കാട് ജില്ലാ ഓഫീസറുടെ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അത് വന്ന് പരിശോധിക്കുന്നതാണ്. മാപ്പിള സ്കൂൾ എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട് സാർ. മാപ്പിള സ്കൂളിന്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ഇറച്ചി ഷോപ്പ് ഉണ്ട്. അതിൽ ഓരോ കുറവും മറ്റേ കുറേശ്ശെ കൊടുത്തിട്ട്
ബാക്കിയുള്ളത് അടുത്തുള്ള ഒരു ഫ്രീസറിൽ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആള് വന്ന് കച്ചവടം ചെയ്യുന്ന പതിവ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇക്കാര്യം നമ്മൾ ഇക്കാര്യം പരിശോധിച്ചിട്ട് വേണ്ട നടപടി സ്വീകരിക്കാം. ഓക്കെ. ഹലോ, ഈ കാര്യം പാലക്കാട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. ഹലോ, സ്വാഗതം. ഹലോ, കൃഷി ദർശൻ, ആരാണ്? ജോസ് എന്ന് പറയുന്ന ആളാണ്. ജോസ്, എവിടുന്നാ വിളിക്കുന്നത്? ജോസ്, കട്ടപ്പന. എവിടെ സ്ഥലം? കട്ടപ്പന, ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല, കട്ടപ്പന, കാഞ്ചിയാർ മൃഗാശുപത്രിയുടെ പരിധി. ജോസ്, അറിയാം, സ്ഥലം അറിയാം, കാഞ്ചിയാർ, കട്ടപ്പന. ജോസ്, സംശയം ചുരുക്കി ചോദിച്ചോളൂ. സാർ, 3-4 ദിവസം മുമ്പ് ഇവിടെ അടുത്തൊക്കെ ഈ കുളമ്പുരോഗം റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് പറഞ്ഞു കേട്ടത് കൊണ്ട് ഞാനേ പിന്നെ ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ആഫീസിൽ വിളിച്ചായിരുന്നു. അതിനെന്തേലും ചെയ്യാവോന്ന് ചോദിച്ചോണ്ട് എടുത്തയാള് ഇതുവരെ ഒന്നും ചെയ്തതായിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇവിടെ ആരും കുത്തിവെക്കാൻ ഇപ്പം പിന്നെ ഇതിന് പ്രതിരോധ വാക്സിൻ എടുക്കാനും ഒന്നും ഇവിടെ എങ്ങും ആരും വന്നിട്ടില്ല. ഞങ്ങളുടെ ആശുപത്രി പരിധിയിൽ ഡോക്ടർ ഇല്ല തന്നെ. അത് ഞാൻ പരിശോധിച്ചിട്ട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഇടുക്കി അദ്ദേഹത്തെ ഞാൻ ഈ കാര്യം ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകുന്നതാണ്. ഹലോ ജോസ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകും. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. നമുക്ക് ഒരു കാര്യം കൂടി, വളരെ സമയക്കുറവുള്ളതുകൊണ്ട് മറ്റൊരു കാര്യം വിളിച്ചിട്ട്, അങ്ങ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മേധാവിയായി ആദ്യത്തെ തവണയല്ല, ഇതിനു മുമ്പും രണ്ടാമത്തെ പ്രാവശ്യമാണ്. മാത്രമല്ല, ഭരണപരമായ നിരവധി തസ്തികകൾ ഇരുന്നിട്ടുണ്ട്. നാളിതുവരെയുള്ള ഈ അനുഭവത്തിൽ അങ്ങ് പഠിച്ചൊരു, ഈ പ്രത്യേകിച്ച് ഈ കുളമ്പ് രോഗം അമർച്ച ചെയ്യുന്ന വിഷയപ്പെട്ട ഈ വിഷയത്തിൽ അങ്ങ് പഠിച്ചൊരു പാഠം എന്താണ്? ഇത് കുളമ്പ് രോഗം മാത്രമല്ല, ഏത് പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ്ങും ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഭരണപരമായ ഒരു സംവിധാനം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതാണ്. നമ്മൾക്കറിയാം, നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അപാരമായ സാധ്യത. ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിനെ സംബന്ധിച്ച് പകുതി ആളുകളും പ്രൊഫഷണൽസാണ്, ഹൈലി ക്വാളിഫൈഡ് ആളുകളാണ്. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ വളരെ പ്ലാൻഡ് ആയിരിക്കും, കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഞാൻ ഉറപ്പ് തരാണ്. അല്ല, അങ്ങനെ സംഭവിച്ചിടത്തോളം അപ്പോൾ അടുത്ത ഒരു വാക്സിനേഷൻ ക്യാമ്പയിൻ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്തോടെ ആരംഭിക്കുമെന്നാണ് അങ്ങ് സൂചിപ്പിച്ചത്. അത് ഫെബ്രുവരി തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു നാളിതുവരെയുള്ള ഒരു അനുഭവം പാഠമാക്കിക്കൊണ്ട് ഇതിൻ്റെ ഒരു നേരിട്ടുള്ള അവലോകനത്തിന് അങ്ങ് മുന്നിൽ നിൽക്കും. മൃഗസംരക്ഷണ വകുപ്പിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് 4 അഡീഷണൽ ഡയറക്ടർമാരുണ്ട്. ഈ 4 അഡീഷണൽ ഡയറക്ടർമാരെയും ഓരോ റീജിയൻ്റെ ചാർജ് കൊടുത്തിട്ട് ആ ഓരോ റീജിയനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ചയും ഈ എല്ലാ അഡീഷണൽ ഡയറക്ടർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഡയറക്ടർ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഈ മീറ്റിങ്ങിലാണ് കേരളത്തിൽ മൃഗസംരക്ഷണ മേഖലയിൽ ചെയ്യേണ്ട പോളിസി തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തെങ്കിലും നടക്കുന്നതിൽ കുഴപ്പങ്ങളുണ്ടോ, ഏതെങ്കിലും കുറവുകളുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നമ്മൾ ആ കാര്യം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. യെസ്, വളരെ നന്ദി. എന്തായാലും സമയക്കുറവുള്ളതുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ചുരുക്കാനുള്ള ഒരു സമയമായി. നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ മേൽവിലാസം അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടായിരിക്കും. മേൽവിലാസം വായിക്കാം. ഡോക്ടർ NN ശശി, ഡയറക്ടർ, മൃഗസംരക്ഷണ വകുപ്പ്, വികാസ് ഭവൻ, തിരുവനന്തപുരം. ഫോൺ 9446542283. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി വായിക്കാം. 9446542283. ഭാവനാപൂർണമായ ഒരു ആസൂത്രണത്തിലൂടെ വരും കാലങ്ങളിൽ കേരളത്തിൽ കുളമ്പ് രോഗം പൂർണ്ണമായും അമർച്ച ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ സന്ദേശങ്ങളാണ് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ NN ശശി നൽകുന്നത്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം കൃഷിദർശൻ പരിപാടി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. കൃഷി മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വിളിക്കുവാൻ മറക്കരുത്. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:45 DD കേരളം ചാനലിൽ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ജൈവ വൈവിധ്യ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ആട് വളർത്തലിലും പശു വളർത്തലിലും പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. സംസ്ഥാന ജൈവ വൈവിധ്യ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം, നാടൻ വിളയിനങ്ങളുടെ സംരക്ഷണം,
നാടൻ കന്നുകാലികളുടെ സംരക്ഷണം, ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണം എന്നീ മേഖലകളിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡാണ് അവാർഡ് നൽകുന്നത്. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് അവാർഡ്. കൂടുതൽ വിവരങ്ങൾക്ക് www.keralabiodiversity.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പാറശാല നാളികേര ഉൽപാദന ഫെഡറേഷൻ നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന തെങ്ങുകയറ്റ പരിശീലനം ജനുവരി 6-ന് ആരംഭിക്കും. 18-നും 45-നും മധ്യേ പ്രായമുള്ളവർക്കാണ് പരിശീലനം നൽകുന്നത്. സൗജന്യ തെങ്ങുകയറ്റ യന്ത്രവും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8129568668. തൃശൂർ രാമവർമ്മപുരത്തെ മിൽമ ട്രെയിനിംഗ് സെന്ററിൽ ആട് വളർത്തലിലും പശു വളർത്തലിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. 2014 ജനുവരി 15 മുതൽ 18 വരെയാണ് ആട് വളർത്തലിലും ജനുവരി 22 മുതൽ 25 വരെ പശു വളർത്തലിലും പരിശീലനം നൽകുന്നു. ആട് വളർത്തൽ പരിശീലനത്തിന് താൽപ്പര്യമുള്ളവർ ജനുവരി 13-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. ക്ഷീര കർഷക പരിശീലന പരിപാടിയിൽ കന്നുകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രസവ പരിചരണം, ശാസ്ത്രീയ തൊഴുത്ത് നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കും. താൽപ്പര്യമുള്ള കർഷകർ ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. പ്രിൻസിപ്പൽ IC KCMMF ലിമിറ്റഡ് മിൽമ ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം PO, തൃശൂർ 680631. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487269589. ബാംഗ്ലൂർ ഹെബ്ബാലിയിലുള്ള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത സ്വർണ്ണധാര എന്ന സങ്കരയിനം കോഴിക്ക് കേരളത്തിലും പ്രിയമേറുന്നു. പ്രതിവർഷം 180 മുതൽ 200 മുട്ടകൾ വരെ ഇടുന്ന ഇനമാണ് ഇത്. ഒരു മുട്ടയ്ക്ക് 55 മുതൽ 60 ഗ്രാം വരെ ഭാരമുണ്ടാകും. വിശദ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ 080203411483 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. 2014 ഫെബ്രുവരി 10 മുതൽ 14 വരെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വേൾഡ് കോൺഗ്രസ് ഓൺ അഗ്രോ ഫോറസ്ട്രി അനുബന്ധിച്ച് കുട്ടികളുടെ പെയിന്റിംഗ്, ഉപന്യാസ മത്സരങ്ങൾ നടത്തുന്നു. ട്രീസ് ഫോർ ലൈഫ് എന്നതാണ് വിഷയം. പെയിന്റിംഗും ഉപന്യാസവും 2013 ഡിസംബർ 31-ന് മുമ്പ് ലഭിക്കണം. ഉപന്യാസങ്ങൾ ഇമെയിൽ വഴിയും അയക്കാം. വിശദ വിവരങ്ങൾക്ക് www.icar.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 16,150 രൂപ, റബ്ബർ RSS 5 കിൻഡലിന് 15,250 രൂപ, വെളിച്ചെണ്ണ 10,350 രൂപ, കൊപ്ര കിൻഡലിന് 75,450 രൂപ, കുരുമുളക് 50,100 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 13,000 രൂപ, തൊണ്ടില്ലാതെ കിലോയ്ക്ക് 13,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 52,100 രൂപ, അൺഗാർബിൾഡ് 50,100 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 50,000 രൂപ, വയനാടൻ കുരുമുളക് 50,500 രൂപ. കൊപ്ര വിപണി. കൊപ്ര കോഴിക്കോട് 7,500 രൂപയും തളിപ്പറമ്പിൽ 6,700 രൂപയും കാസർഗോഡ് 7,000 രൂപയും വില രേഖപ്പെടുത്തി. വെളിച്ചെണ്ണ കണ്ണൂരിൽ 11,133 രൂപയും കോട്ടയത്ത് 10,900 രൂപയും ആലപ്പുഴയിൽ 10,250 രൂപയും വില രേഖപ്പെടുത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിലെ താപനില. കണ്ണൂർ കൂടിയ താപനില 32.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.4, 22.5. കൊച്ചി 32.8, 20.8. ആലപ്പുഴ 31.4, 22. പുനലൂർ 32.6, 19. തിരുവനന്തപുരം കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 20.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.